ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് ദുബായിൽ നിന്നും ജോൺ ജോയ് മാത്യുബ്രറാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് ഈ ഏപ്രിൽ മാസം 20-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി കാണാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ കരം ചലിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഈ മകന് മാത്രമല്ല, ഈ മകൻ്റെ കുടുംബത്തിൽ മാതാവിനും പിതാവിനും അത്ഭുതകരമായ വിടുതലുകൾ, അതേ നിലയിൽ തന്നെ ഈ മകൻ്റെ ജോലിയിലുള്ള ഉയർച്ച, തടസ്സങ്ങൾ നീങ്ങാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മകന് വേണ്ടി നിങ്ങൾ ഒരു വാക്ക് നന്ദി പറയണം. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് നന്ദി പറയുന്നു. ഞങ്ങളുടെ ആഴമായ വിശ്വാസത്തിൽ ഈ മകന് വേണ്ടി ദൈവപ്രവൃത്തി നടന്നു കഴിഞ്ഞു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. കർത്താവിൻ്റെ കരം ചലിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അത്ഭുതം ചെയ്യണമേ അപ്പ. അങ്ങയുടെ കരം വെളിപ്പെടുത്തണമേ അപ്പ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാക്കണമേ. ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാക്കണമേ. കർത്താവെ, അങ്ങ് പ്രവർത്തിച്ചു കഴിഞ്ഞതിനായി നന്ദി. കർത്താവെ, ഏപ്രിൽ മാസം 20-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുടെ ഇടയ്ക്ക് ദൈവം തനിക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ അയക്കാൻ പോകുകയാണ്. തൻ്റെ ദൈവം ജീവിക്കുന്നതിനാൽ തനിക്ക് വേണ്ടി അത്ഭുതം ആ കുടുംബത്തിന് വേണ്ടി അറിയാം. ഇത്രയും നാൾ അവർ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് അവർ ലജ്ജിച്ചു പോകത്തില്ലെന്നും ദൈവം കാത്തിരുന്നവർ ശക്തിയെ പുതുക്കുമെന്നും ദൈവം അവർക്ക് വേണ്ടി വഴി തുറന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. സ്വർഗ്ഗം അത് ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജോലിയിൽ ഒരു വലിയ വിടുതൽ, എതിരുകൾ മാറിയതിനായി സ്തോത്രം. അതേ നിലയിൽ തന്നെ തൻ്റെ പേരൻസിന് വേണ്ടി മാതാവിനെയും പിതാവിനെയും പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ സമാധാനത്തോടെ കാക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ട് ഈ തിരുവചനത്തെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തെ ഏകാഗ്ര ഹൃദയത്തോടെ ഒരുക്കത്തോടാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ ഈ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ടെന്ന് നാം തിരിച്ചറിയണം. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും വിശ്വസിച്ചുകൊണ്ട് പറയണം, അവൻ്റെ വാക്കുകൾക്ക് എന്നിൽ അത്ഭുതത്തെ സൃഷ്ടിക്കാൻ കഴിയും. കാനാവിലെ കല്യാണ വീട്ടിൽ മറിയ അവിടെ നിന്ന് ബാല്യക്കാരോട് പറയാണ്, ഇവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് ചെയ്യണം. എന്നെ കേൾക്കുന്നവരെ, കർത്താവ് പറയുന്നത് നാം ചെയ്യാൻ തുടങ്ങിയാൽ, കർത്താവിൻ്റെ വചനം നാം അനുസരിക്കാൻ തുടങ്ങിയാൽ, കർത്താവിൻ്റെ ശബ്ദത്തിന് നാം ചെവി കൊടുക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ പേര് അത്ഭുതമെന്നാണ്. അവർ യേശു പറഞ്ഞത് വക്കോളം നിറയ്ക്കാൻ പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. തിരിച്ചൊരു ചോദ്യമില്ല, അല്ലെങ്കിൽ പച്ചവെള്ളം വീഞ്ഞാകുമെന്നോ അല്ലെങ്കിൽ ഇത് വക്കോളം നിറയ്ക്കണോ. നമ്മൾ സാധാരണ നിലയിൽ നമ്മോട് ഒരാൾ ഒരു അധികാരത്തിലൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ പല ചിന്തകളിലേക്കാണ് വരുന്നത്. അത് അങ്ങനെ ചെയ്താൽ പറ്റുമോ, അത് പച്ചവെള്ളം വീഞ്ഞാകുമോ, അല്ലെങ്കിൽ വക്കോളം നിറയ്ക്കേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള നൂറുകണക്കിന് ക്വസ്റ്റ്യനുകൾ നമ്മുടെ മുകളിൽ നിന്ന് ഉയർന്നു വരുന്നത് കാണാം. പക്ഷേ യേശു അവിടെ നിന്ന് ബാല്യക്കാരോട് പറഞ്ഞപ്പോൾ അവരത് പൂർണ്ണമായും അനുസരിച്ചതായി കാണുന്നത്. ഹല്ലേലൂയ. അവർ വക്കോളം നിറച്ചു. വിരുന്നുവാഴിയുടെ അടുക്കലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴാണ് ആ പച്ചവെള്ളം കളർ മാറാൻ തുടങ്ങുന്നത്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ വചനത്തെ ആക്റ്റീവാക്കാൻ കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് അത് പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനത്തെ അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് നിങ്ങൾ കൈവച്ചുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു, അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ആ വചനത്തെ നിങ്ങളിലേക്ക് ആക്റ്റീവാക്കുമോ ആ സൗഖ്യത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നു, അവൻ്റെ ശബ്ദത്തിന് നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും. ഇതാ കാനാവിലെ കല്യാണ വീട്ടിൽ ബാല്യക്കാർ അവരതേപോലെ ചെയ്തപ്പോൾ അവിടെ വലിയ അത്ഭുതം സംഭവിച്ചു. ഇതേ നിലയിൽ തന്നെ പത്രോസിൻ്റെ പടകനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. നാദാ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു ചെറിയ മീൻ പോലും ലഭിച്ചില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാൻ പോവുകയാണ്. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അവൻ്റെ വാക്കിന് ശക്തിയുണ്ട്? ഇതാ ശതാധിപനോട് ചോദിച്ചു കഴിഞ്ഞാൽ ശതാധിപൻ പറയും, അങ്ങൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. നിങ്ങൾ എത്ര പേർ ദൈവവചനത്തിൻ്റെ ശക്തിയെ, ഈ എഴുതിയിരിക്കുന്ന വചനത്തെ നിങ്ങളുടെ ആദരത്തിൽ നിങ്ങൾ ശബ്ദമുപയോഗിച്ച് പറയുമ്പോൾ ആ വചനം നമ്മിൽ ആക്റ്റീവ് ആകുകയാണ്, നമ്മിൽ അത് വെളിപ്പെട്ട് വരികയാണ്. അങ്ങനെ വിശ്വസിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ഡോറ് തുറക്കാൻ പോവുകയാണ്. കാരണം സങ്കീർത്തനക്കാരൻ പറയുന്നു, 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയും, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശം
ആവശ്യമാണ്. എൻ്റെ കൂടെ വിശ്വസിച്ചുകൊണ്ട് കർത്താവെ, ഞാൻ ആഴമായി വിശ്വസിക്കുന്നു, ഇന്ന് ഇല്ലാത്തതിന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിൻ്റെ ശക്തി ഇതാ ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ട് വരികയാണ്. നിങ്ങൾ വിശ്വസിക്കുക, ഇതാ വചനം നമുക്ക് മുമ്പിൽ വഴികാട്ടിയായി തീരുകയാണ്. വചനത്തിന് നമ്മുടെ വാതിലുകളെ തുറക്കാൻ കഴിയും. ആഴമായി എൻ്റെ കൂടെ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നവർ ഇപ്പോൾ മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങും. വചനത്തിന് നമ്മിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ കഴിയും. വചനത്തിന് നമ്മിൽ വലിയ കാര്യങ്ങളെ ചെയ്യാൻ കഴിയുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? 107 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വചനത്തിന് സൗഖ്യമാക്കാൻ കഴിയും പ്രിയരെ. വചനത്തിന് നമ്മെ കുഴിയിൽ നിന്ന് കരകയറ്റാൻ കഴിയും. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ. ഹല്ലേലൂയ. സദൃശ്യവാക്യം 4 അധ്യായം അതിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുകയാണ്. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവിയെ ചായ്ക്കുക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. 22 വാക്യം, അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യമാകുന്നു. അപ്പോൾ ഈ വചനത്തെ ഹൃദയത്തിന്റെ നടുവിൽ സൂക്ഷിച്ചു വെക്കുന്നവൻ, വചനം വ്യക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ്, ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വാ പ്രസ്താവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ നടുവിൽ വചനമുണ്ടെങ്കിൽ ആ വചനം നമ്മുടെ അതരത്തിലൂടെ പുറത്തു വരും. അപ്പോൾ നിങ്ങൾ എത്ര പേർ വചനത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണ്? വചനം നമ്മൾ നിറയണമെന്ന്. വചനം ആ നിലയിൽ നിൽക്കുന്നതിനോട് ദൈവത്തിന് പറയാനുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന ഓരോ വചനവും കൊണ്ട് അത്ര ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വചനത്തിനകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയും. വചനം നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ, വചനം നമ്മൾ ക്ലെയിം ചെയ്തു തുടങ്ങിയാൽ ആ വചനം നിവർത്തീകരിക്കപ്പെടുന്നതാണ്. കാരണം 147 സങ്കീർത്തനം 15 വാക്യം പറയുന്നു, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അതിവേഗം ഓടുന്ന അവൻ്റെ വചനം. അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ വചനം വെറുതെ വെളിപ്പെടുന്നതല്ല, ദൈവത്താൽ അയക്കപ്പെടുന്നതാണ്. അത് യേശയ്യാവ് വിളിച്ചു പറയുന്നു, എൻ്റെ അതരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് അതിൻ്റെ കാര്യം സാധിപ്പിച്ച് അതിൻ്റെ ഇഷ്ടം തികച്ചിട്ട് മാത്രമേ തിരിച്ചു പോകത്തുള്ളെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുകയും വചനം നിവർത്തീകരിക്കപ്പെടുന്നതാണ്. ഈ വചനത്തിന് നമ്മുടെ റൂട്ടുകളെ തിരിക്കാൻ കഴിയും. ഈ വചനത്തിന് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് യിരെമ്യാവ് 1:12 പറയുകയാണ്, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ തന്നെ ജാഗരിച്ചുകൊള്ളും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ വചനത്തിന് നമ്മിൽ ചലിക്കുവാൻ കഴിയും. വചനത്തിന് നമ്മിൽ അത്ഭുതത്തെ കൊണ്ടുവരാൻ കഴിയും. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുന്നവർ ഓരോരുത്തരും ഈ മിനിറ്റ് മുതൽ പ്രാർത്ഥനയോടുകൂടെ ഒരാഴത്തിലേക്ക് നമ്മൾ വരികയാണ്. നമ്മുടെ നന്ദി പറച്ചിലിന് അദൃശ്യമണ്ഡലത്തിൽ കിടക്കുന്ന വലിയ അത്ഭുതങ്ങളെ വിളിച്ചു കൊണ്ടുവരാൻ കഴിയും. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം, നാം നന്ദി പറയുമ്പോൾ അദൃശ്യമണ്ഡലത്തിൽ കിടക്കുന്ന വലിയ അത്ഭുതങ്ങൾ നമ്മിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് അത് കാണാൻ കഴിയും. ഈ മണിക്കൂറുകൾ വെളിപ്പെട്ട് വരുമെന്നുള്ളത് ഒരാഴം നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. നമ്മൾ പല വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ പല വിഷയങ്ങളിൽ ഉപവസിക്കുന്നവരാണ്. നമ്മൾ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് ചില പ്രാപിക്കാനായിട്ട് നമ്മോട് ദൈവം ചില രഹസ്യങ്ങൾ തുറക്കുമ്പോൾ, എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നവർ, ഇത് നിങ്ങളോടുള്ള ദൂതാണ്, നിങ്ങളോട് ദൈവം സംസാരിക്കുന്നു എന്നുള്ള ആ നിലയിൽ നിങ്ങളിത് സ്വീകരിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായത് എന്തോ ഒന്ന് വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. എൻ്റെ ജീവിതത്തിനകത്ത് ഈ മേഖല ദൈവം തുറന്നു തരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുകയും ചില കാര്യങ്ങൾ എനിക്ക് വേണ്ടി ദൈവം ചെയ്യുമെന്നുള്ള പൂർണ്ണ നിശ്ചയം വരുമ്പോൾ ഞാൻ ആ വിഷയത്തിനകത്ത് ആഴമായി നന്ദി പറയുകയാണ് ചെയ്യുന്നത്. നന്ദി പറയുമ്പോൾ അദൃശ്യമണ്ഡലത്തിൽ കിടക്കുന്ന വിടുതലുകൾ എൻ്റെ മുമ്പിലേക്ക് റിലീസാകുന്നത് എനിക്ക് മനസ്സിലായി. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വചനത്തിൻ്റെ ആഴത്തിൽ തിരിച്ചറിയുക. മത്തായിയുടെ സുവിശേഷം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, മത്തായിയുടെ സുവിശേഷം 15 അധ്യായം അതിൻ്റെ 32 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, യേശു 4000 പുരുഷാരത്തിന് അപ്പം കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവർ തിന്നു തൃപ്തരായി എന്നാണ് അവസാന പദങ്ങൾ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ വരുന്ന ഒരാൾ പോലും നിരാശപ്പെട്ടു പോകത്തില്ല. അവൻ ഏത് വിഷയത്തിനകത്ത് വന്നോ ആ വിഷയത്തിനകത്ത് വിടുതലും അതിനകത്തൊരു പൂർണ്ണ തൃപ്തിയും അവന് ദൈവം കൊടുക്കുന്നത് കാണാൻ പറ്റും. ആ നിലയിൽ ഈ വചനത്തെ നമുക്കൊന്ന് വേഗത്തിൽ ചിന്തിക്കാം. എൻ്റെ കൂടെ ചേർന്ന് 32 വാക്യം മുതൽ, എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു, അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ലായകൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയക്കാൻ മനസ്സുമില്ല, അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കുമെന്ന് പറഞ്ഞു. ഈ വചനത്തിനകത്ത് ഒത്തിരി ആഴങ്ങളുണ്ട്. ഈ വചനം ചിലവരെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ വരും. 3 നാളായി പാർക്കുന്ന ജനത്തോട് ദൈവത്തിന് മനസ്സലിവ് തോന്നുകയാണ്. അവരെ ഇപ്പോൾ വിട്ടയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കുമെന്നുള്ള പദം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, ദൈവത്തോട് കൂടെ നിന്നവൻ ലജ്ജിച്ചു പോകത്തില്ല, അവൻ തകർന്നു പോകത്തില്ല എന്നുള്ളത് നിശ്ചയമാണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാ കർത്താവിൻ്റെ കൂടെ നിന്നവൻ
അവൻ്റെ ഇന്നലകളെ മാത്രമല്ല അവൻ്റെ നാളുകളെ കൂടെ കർത്താവിന് അറിയാം. എന്ന് പറഞ്ഞാൽ ഇതാ ശിഷ്യന്മാർ കാണാത്തത് യേശു കാണുകയാണ്. അവരെ ഇപ്പോൾ ഈ അനുഭവത്തിൽ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവർ പോകുന്ന വഴിയിൽ തളർന്നു പോയേക്കുന്നതാണ്. അവർ പോകുന്ന വഴിയിൽ വീണു പോകാൻ ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയല്ല, അടുത്ത ചില മണിക്കൂറുകൾ കഴിഞ്ഞ് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് എന്നെ കേൾക്കുന്ന ചിലവരോട് നോക്കി ഞാൻ ദൂത് കൈമാറുകയാണ്. നിന്റെ ഇന്നലകളെ മാത്രമല്ല എൻ്റെ കർത്താവിന് നിന്റെ നാളുകളെയും അറിയാം. അടുത്ത മണിക്കൂറിൽ അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് അറിയാവുന്നവൻ ഇതാ അവനോട് ചേർന്ന് നിൽക്കാൻ പറ്റുമെങ്കിൽ നിനക്കൊരു അതിശയം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഇതാ 3 ദിവസം ചേർന്ന് നിന്ന 3 ദിവസം കൂടെ നിന്ന പുരുഷാരത്തിൻ്റെ അടുത്ത ദിവസങ്ങളെ അടുത്ത മണിക്കൂറുകളെ അവൻ അറിഞ്ഞിരുന്നു. അവരെ തൃപ്തിയായി സന്തോഷത്തോടെ അയക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ വിഷയത്തിനകത്ത് നിങ്ങൾ വിശ്വസിക്ക്. നിങ്ങൾ ദുഃഖിക്കാൻ പോകുകയല്ല, നിങ്ങൾ നിരാശപ്പെടാൻ പോകുകയല്ല, ജീവിതം തീർന്നെന്ന് പറയാൻ പോകുകയല്ല. ഇതാ ഒരു വലിയ ആനന്ദം, വലിയ സന്തോഷം എൻ്റെ ദൈവം നിന്നിലേക്ക് പകരുകയാണ്. സ്വീകരിക്കുക. നിന്റെ ജീവിതത്തിനകത്ത് അതിപ്പോൾ റിലീസ് ആകുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് അതിപ്പോൾ വെളിപ്പെട്ട് വരികയാണ്. ഇതാ അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ, നമ്മൾ ചോദിക്കുന്ന പോലെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്. 33-ാമത്തെ വാക്യം, ശിഷ്യന്മാർ അവനോട്, ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നിന്ന് നമുക്ക് എവിടെ നിന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ നമ്മൾ ചോദിക്കുന്ന പോലെ തന്നെ സാഹചര്യം കണ്ടിട്ട് പറയുകയാണ്, ഈ കാട്ടിലാണ്, ഇതിന് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, ഇവർ ഇത്രയും വലിയ ജനത്തിന് തൃപ്തി വരുത്തുവാനായിട്ട്. എന്നാൽ അടുത്ത 34-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് യേശു ചോദിച്ചു. 7, കുറെ ചെറുമീനുമുണ്ട് എന്ന് അവർ പറഞ്ഞു. ഇതാ യേശു കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? അവരുടനെ മറുപടി പറയുകയാണ്, 7 അപ്പമുണ്ട്, കുറെ ചെറിയ മീനുമുണ്ട്. ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഇവിടെയാണ് എൻ്റെ കണ്ണു തുറന്നത്. ഇവിടെ 35-ാമത്തെ വാക്യം, അവർ പുരുഷാരത്തോട് നിലത്തിരിക്കുവാൻ കൽപ്പിച്ചു. 36-ാമത്തെ വാക്യം, ആ 7 അപ്പവും മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. ഈ വചനമാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. ഇതാ അവൻ അപ്പം നുറുക്കി പുരുഷാരത്തെ നിലത്തിരുത്തിയിട്ട് ആ 7 അപ്പം എടുത്തവൻ വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ കയ്യിലേക്കും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. ഇതാണ് അത്ഭുതത്തെ കൊണ്ടുവരുന്ന ഭാഗം. അപ്പോൾ ഈ ഭാഗം ഞാൻ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് മറ്റ് സുവിശേഷങ്ങളിലും ഈ ഭാഗം എഴുതിയിട്ടുണ്ട്. ഞാനതൊന്ന് ഓടിച്ചു നോക്കി. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. 6-ാമത്തെ വാക്യം, ഇത് അവനെ പരീക്ഷിക്കുവാൻ അത്ര ചോദിച്ചത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഈ 2 വാക്യങ്ങൾ നോക്കുമ്പോൾ വലിയ പുരുഷാരം യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. ആ പുരുഷാരത്തിനെ നോക്കിയിട്ട് ഫിലിപ്പോസിനോട് പറയുകയാണ്, ഇത്ര വലിയ പുരുഷാരത്തിന് നാം എവിടെ നിന്ന് അപ്പം വാങ്ങിക്കൊടുക്കും? എന്നിട്ട് അടുത്ത പദം പറയുകയാണ്, ഇത് ഫിലിപ്പോസിനെ പരീക്ഷിക്കുവാൻ വേണ്ടി ചോദിച്ചതാകുന്നു, താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞു. എന്ന് പറഞ്ഞാൽ യേശുവിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു അടുത്ത മണിക്കൂറിൽ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ചില ആവശ്യങ്ങളുടെ മുഖത്താണ് നിങ്ങളായിരിക്കുന്നെങ്കിൽ, ആ വിഷയത്തിനകത്ത് ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടെങ്കിൽ, എൻ്റെ ദൈവം കൈവിടത്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മളിൽ പലവരും ആ മേഖലകളെ നേരിടുന്നത് പല മാർഗങ്ങളിലൂടെയാണ്. ഹല്ലേലൂയ. നമ്മൾ പലരുമായി കൂടി പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളുണ്ട്, ഉപവസിക്കുന്ന അനുഭവമുണ്ട്, ആരാധിക്കുന്ന അനുഭവമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി മേഖലകൾ നമ്മൾ ചെയ്യും. പക്ഷേ ഇതിനകത്ത് എൻ്റെ വിഷയത്തിനകത്ത് ദൈവം ചലിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ ചെയ്യേണ്ട ഭാഗമാണ് ഞാൻ ഇനി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇതാ നമ്മൾ മടങ്ങിപ്പോവുകയാണ് മത്തായിയുടെ സുവിശേഷത്തിലേക്ക്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. ആ 7 അപ്പവും മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. യേശു കർത്താവ് ആ 7 അപ്പവും മീനും എടുത്തു വാഴ്ത്തി നുറുക്കി. എന്നെ ആഴമായി ശ്രദ്ധിച്ചത്, ഞാൻ ഇതുവരെയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത്, വാഴ്ത്തി നുറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അത് പ്രാർത്ഥിച്ച് ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ ചിന്തകളിൽ നിന്നത്. പക്ഷെ ഞാൻ ഈ ഭാഗം ഹല്ലേലൂയ ആഴമായി ഒന്ന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൂടെ നോക്കിയപ്പോഴാണ് അവൻ ആ അപ്പം എടുത്തുകൊണ്ട് വാഴ്ത്തുക എന്നുള്ളത് അവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഗീവിങ് താങ്ക്സ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവൻ അതിനെ എടുത്ത് വാഴ്ത്തി എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, അവനത് എടുത്ത് നന്ദി പറഞ്ഞു. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ഫിലിപ്പോസിനടുത്ത് ചോദിച്ചതും താൻ ചെയ്യാൻ പോകുന്നത് അറിഞ്ഞുകൊണ്ട് ഇതാ
അവൻ ആ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി അല്ലെങ്കിൽ നന്ദി പറഞ്ഞ് നുറുക്കി എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വചനത്തിൻ്റെ ആഴം കാണുക. അവൻ നന്ദി പറഞ്ഞു, ഗീവിങ് താങ്ക്സ്. അവൻ ആ അപ്പമെടുത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നുറുക്കി ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തെന്നുള്ളതാണ്. ദൈവം അത് ചെയ്യാൻ ശക്തനാണെന്നുള്ളതാണ് ആ പദത്തിൻ്റെ ഏറ്റവും വലിയ ആഴം. നിങ്ങളുടെ വിഷയത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നന്ദി പറയുക എന്നുള്ളത്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ അധരത്തിൽ നിന്ന് പോകുന്ന നന്ദി പറച്ചിലൂടെ വലിയ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നത് കാണാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതാ നിങ്ങളുടെ നന്ദി പറച്ചിലിൽ അസാധാരണമായ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ട് വരുന്നത് കാണാൻ പറ്റും. ഈ ആഴം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ നന്ദി പറച്ചിലൂടെ ദൈവമഹത്വം പൊങ്ങുന്നത് കാണാൻ കഴിയും. ഒന്നുകൂടെ ഒരു ആഴം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, യേശു ഇതാ കടന്നു പോകുന്ന ഭാഗത്ത് 10 കുഷ്ഠരോഗികൾ നിന്നുകൊണ്ട്, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമെന്ന് അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ആ ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ വേഗത്തിൽ കൊണ്ടുവരികയാണ്. 12-ാമത്തെ വാക്യം മുതൽ, കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട്, യേശുവേ നായക, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുവിനെന്ന് പറഞ്ഞു. പോകുമ്പോൾ തന്നെ അവർ ശുദ്ധരായി തീർന്നു. ഇതാ യേശുവിനോടുള്ള ആ നിലവിളിച്ച 10 കുഷ്ഠരോഗിയോട് നോക്കി യേശു പറയാണ്, നിങ്ങളുടെ പുരോഹിതന്മാരെ കണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാൽ, ആ കാലത്ത് പുരോഹിതന്മാരാണ് സൗഖ്യത്തെ ഉറപ്പുവരുത്തുന്നത്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ സൗഖ്യത്തെ, നിങ്ങളുടെ വിടുതലിനെ നിങ്ങൾ പുരോഹിതനെ കണ്ട് ഉറപ്പുവരുത്തിയാൽ അതിനകത്ത് ദൈവപ്രവൃത്തി നടക്കുന്നുള്ളത് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതാ 10 കുഷ്ഠരോഗികളും പോകുന്ന വഴിയിൽ തന്നെ ശുദ്ധരായി തീരുകയാണ്. എന്നാൽ 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ആഴമായത് വായിക്കുകയാണ്. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാരെ നിങ്ങളെ തന്നെ കാണിക്കുമെന്ന് പറഞ്ഞു. പോകുമ്പോൾ തന്നെ അവർ ശുദ്ധരായി തീർന്നു. 15-ാമത്തെ വാക്യം, അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ടിട്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കവിഴ്ന്നു വീണ് അവന് നന്ദി പറഞ്ഞു. അപ്പോൾ ഇവിടെ വ്യക്തമായി നമുക്ക് കാണാൻ പറ്റുന്നത്, ഉച്ചത്തിൽ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി തിരിച്ചു മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ വീണ് നന്ദി പറഞ്ഞതാണ്. അപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിൻ്റെ ഒരു ആഴം എന്ന് പറയുന്നത്, നാം ഉച്ചത്തിൽ എനിക്ക് ദൈവം സൗഖ്യം തന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഉച്ചത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു. ആ കാൽക്കൽ വീണു അവൻ നന്ദി പറയുകയാണ്. അപ്പോൾ നന്ദി പറയുമ്പോൾ എന്നെ കേൾക്കുന്നവരെ, ആ മേഖലകളിൽ ദൈവത്തിന് മഹത്വം വെളിപ്പെട്ട് വരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന് നന്ദി എത്രത്തോളം പറയാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളിൽ മഹത്വം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഞാൻ ആഴമായി രഹസ്യം നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്. ഇതാ അടുത്ത ഭാഗം അതിനകത്ത് വലിയ വ്യക്തമാണ്. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. അവനോ ശമരിയക്കാരനായിരുന്നു. 17-ാമത്തെ വാക്യം, 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 18-ാമത്തെ വാക്യം, 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട് 19-ാമത്തെ വാക്യം, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ ശമരിയക്കാരൻ അല്ലെങ്കിൽ ആ ജാതീയ മനുഷ്യൻ ഇതാ സൗഖ്യത്തെ ആ പാദപീഠത്തിൽ ഉറപ്പിക്കുകയാണ്. അവൻ്റെ നന്ദി പറച്ചിലിൽ ഇനി ആ രോഗം അവൻ്റെ അടുക്കിലേക്ക് വരത്തില്ല, അവനെ തൊടാൻ കഴിയത്തില്ല. കാരണം ദൈവം അതിന് ഉറപ്പ് വരുത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ നന്ദി പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പ്രശ്നത്തെ നിങ്ങൾ ജയിക്കുക മാത്രമല്ല, ഇനി ആ പ്രശ്നത്തിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. ഇതാ മഹത്വം നിന്നിലൂടെ വെളിപ്പെട്ടിരിക്കുകയാണ്. നാം നന്ദി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് മഹത്വം പൊങ്ങുന്നത് കാണാൻ കഴിയും. ഇതാ 34-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റും, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്നുള്ളതിൻ്റെ ആഴം. ഞാൻ എപ്പോഴും ദൈവത്തിന്, എല്ലാ കാലത്തും ദൈവത്തിന് നന്ദിയുള്ളവനാണ്, നന്ദി പറയുകയാണ്. എപ്പോഴും ഞാൻ സ്തുതിക്കുന്നവനാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നന്ദി പറയാൻ നിങ്ങൾ തുടങ്ങിയാൽ അദൃശ്യമണ്ഡലത്തിൽ കിടക്കുന്ന ചില നന്മകൾ നിൻ്റെ മുകളിലേക്ക് റിലീസാകാൻ പോവുകയാണ്. പ്രാർത്ഥനയുടെ ഉറപ്പാണ് നന്ദി പറച്ചിൽ. നമ്മുടെ ജീവിതത്തിനകത്ത് നാം ചിലത് ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം ചെയ്തു എന്ന് പറയാം. നമ്മൾ ലഭിക്കണമെന്ന് അല്ലെങ്കിൽ കിട്ടണമേ എന്നുള്ളത് തരണേ എന്നുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ ഉറപ്പ് വെളിപ്പെടുന്ന എവിടെന്ന് ചോദിച്ചാൽ നന്ദി പറയാൻ തുടങ്ങുമ്പോഴാണ്. ആ ഒരു ആഴം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 യോഹന്നാൻ എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. 15-ാമത്തെ വാക്യം, നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു.
നാം എന്തപേക്ഷിച്ചാലും നമ്മുടെ അപേക്ഷ അവൻ കേൾക്കുന്നു എന്ന് നാം അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും നാം അറിയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറപ്പുള്ള പ്രാർത്ഥനകൾക്ക് മറുപടി വന്നു എന്ന് നാം അറിയും. അതെങ്ങനെ അറിയാൻ പറ്റും? അതിൻ്റെ ഏറ്റവും വലിയ ആഴമാണ് മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിച്ചതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വചനത്തിനകത്ത് വലിയ ആഴമാണ് പ്രിയരെ. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യാചിച്ചതൊക്കെ ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാകും. എങ്ങനെയാ പ്രിയരെ നമുക്ക് ലഭിച്ചു എന്ന് വിശ്വാസം വരുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, ഞാൻ ഒരാളുടെ അടുത്ത് ഒരു പേന ചോദിച്ചാൽ ആ പേന ഒന്ന് തരണേ എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. എന്നാൽ ലഭിച്ചു എന്നുള്ള ഭയങ്കര ആഴം നമുക്ക് വെളിപ്പെടുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, അത് കിട്ടിയെന്ന് ഉറപ്പ് നമ്മളിൽ വരുന്നത് നമ്മൾ താങ്ക് യു എന്ന് പറയുമ്പോഴാണ്, നന്ദി എന്ന് പറയുമ്പോഴാണ്. ഇതാ നിങ്ങളുടെ ശത്രു ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ നിങ്ങൾക്കത് ലഭിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ തള്ളിപ്പറയണം എന്നുള്ളതാണ്. പക്ഷേ ലഭിച്ചതിൻ്റെ ഉറപ്പ് നന്ദി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശത്രുവിന് പിന്നെ നിങ്ങളെ തടയുവാൻ കഴിയത്തില്ല. ഞാൻ ആഴം പറയുകയാണ്, നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങിയാൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവികമായ കരം ചലിക്കാൻ തുടങ്ങും. കാരണം ദൈവം നമ്മിൽ നിന്ന് അത് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉറപ്പാണ് നന്ദി പറച്ചില്ല. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ നന്ദി പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഉറപ്പുള്ള വിഷയങ്ങൾക്ക് മറുപടി വന്നു കഴിഞ്ഞു. കാരണം ഇതാ മാർക്കോസിലൂടെ വ്യക്തമായി പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യാചിച്ചതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാകും. എന്നെ കേൾക്കുന്നവരെ, യാചിച്ചത്, ദൈവത്തോട് പറഞ്ഞത് ലഭിച്ചു എന്ന് എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിച്ചാൽ, ദൈവമേ നീ അത് ചെയ്തതിന് നന്ദി, ദൈവമേ നീ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തതിന് നന്ദി. ഇത് പൗലോസ് അപ്പോസ്തലൻ ആഴമായി വെളിപ്പെടുത്തുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:6, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, സകലതും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടും കൂടെ ദൈവത്തെ അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. എന്നെ കേൾക്കുന്നവരെ, പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടു കൂടെ ഏത് വിഷയം പ്രാർത്ഥിച്ചാലും അത് അപേക്ഷ രൂപത്തിൽ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് പറഞ്ഞാൽ അതിൻ്റെ മറുപടി വേഗത്തിൽ വെളിപ്പെട്ടു വരും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ നാളുകളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിലത് ദൈവം അത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്, പക്ഷെ അത് നിങ്ങളുടെ മുമ്പിൽ വരുന്നില്ല. ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് കണ്ണടയ്ക്കണം, നന്ദി പറയുക. അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് ഇതാ ആ തടസ്സങ്ങൾ മാറി നിങ്ങളുടെ മുമ്പിലേക്ക് അത് റിലീസാകാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ചാട്ടെ. എൻ്റെ അനിയൻ്റെ മോൻ്റെ വിവാഹ തടസ്സം ഒരുപാട് വിവാഹം വന്നിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു ദിവസം ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു, ദൈവമേ ഈ വിവാഹം നടക്കുകയാണെങ്കിൽ ഞാനിവിടെ സാക്ഷ്യം പറയാമെന്ന്. കഴിഞ്ഞ 6-ാം തീയതി അവന് വിവാഹം നടന്നു. ദുബായിലാണ് മോൻ 1-ാം തീയതി വന്ന്, ഇപ്പോൾ 6-ാം തീയതി വിവാഹം നടന്ന്. അങ്ങനെ ആ സാക്ഷ്യം പറയണം. പിന്നെ എനിക്ക് ഒരു വാടക വീടില്ലായിരുന്നു. ഒരു വാടക വീട്ടിൽ ഞാൻ താമസിച്ചിരുന്ന അവിടെ സൗകര്യം കുറവായിരുന്നു. 4 കൂട്ടരാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് ഞാൻ മാറണമെന്നും ആഗ്രഹിച്ച്, പക്ഷേ ഒരുപാട് വീട് കണ്ടിട്ട് ശരിയാവുന്നില്ല. അപ്പോഴെനിക്ക് അമ്മ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് വയ്യാത്തതുകൊണ്ട് ഓട്ടോ വരുന്ന വഴി വേണം, പിന്നെ മക്കൾക്ക് കിടക്കാൻ സൗകര്യമുള്ള വീട്, എല്ലാം നോക്കിയപ്പം വാടക കൂടുതൽ. അപ്പോഴും ഞാൻ പറഞ്ഞു, കർത്താവേ നിനക്ക് അസാധ്യം ഒന്നുമില്ല, നിനക്കെല്ലാം സാധ്യമാണ് കർത്താവേ. അങ്ങനെ എനിക്ക് ഒരു വീട്, പെട്ടെന്ന് ഒരു വീട് കണ്ട് അഞ്ചാലുമൂടിൽ. ഞാൻ അവിടെ പോയി നോക്കിയപ്പം എനിക്ക് ഒരു സാധ്യതയില്ല ആ വീട് കിട്ടാൻ, വാടക ഒരുപാട്. ഞാൻ പറയും, എൻ്റെ കർത്താവ് എനിക്ക് തരൂ നല്ല ഉറപ്പായിരുന്നു. അപ്പം ദൈവം അത് അവിടെ ചെന്ന് താമസിക്കാൻ തുടങ്ങി. ഞങ്ങൾ 1-ാം തീയതി മുമ്പേ കയറി താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞ് 2000 രൂപ കുറച്ച് തന്നാൽ മതിയെന്ന്. പിന്നെ വെള്ളം ഞങ്ങൾക്ക് ഫിൽറ്ററും വെച്ച് തന്ന്. ദൈവത്തിന് കോടാനോടി നന്ദി, യേശുവേ നന്ദി. എൻ്റെ പേര് ബൈജു, ആളൂരാണ് വീട്. എന്നെ വെള്ളാഞ്ചിറ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ജോസ്പാറിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് തണ്ടൽ വേദന വന്നു. തണ്ടലിന് വിലക്ക് പറ്റിയ 2 ആഴ്ച നമ്മൾ വെറുതെ ഇങ്ങനെ നടന്നു. പക്ഷേ പിന്നെ വീണ്ടും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. അപ്പോൾ ജോസ്പാറിൻ്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അങ്ങനെ ജോസ്പാറിൻ്റെ അടുത്ത് പോയി. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ജോസ്പായിട്ട് പറഞ്ഞു, വെറുതെ ഒരു എണ്ണയിട്ട് ഒരു ഞരമ്പിൻ്റെ വിഷയമുള്ളൂ, ഒരു എണ്ണയിട്ടൊന്ന് കഴിഞ്ഞാൽ മതി, അത് പെട്ടെന്ന് മാറുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരാഴ്ച കൊണ്ട് നമുക്കത് സുഖപ്പെട്ട് കിട്ടി. മറ്റ് ചികിത്സ ഇത് ഒന്നും സ്വീകരിക്കേണ്ടി വന്നില്ല. ആമേൻ, ആമേൻ, ആമേൻ.
അതിനിടയ്ക്ക് തന്നെയാണ് ഒരാഴ്ച ഗുളിക തന്നെ കണ്ണിന് നീർക്കെട്ട് വന്നു, ഉറക്കക്കുറവുണ്ടോയെന്ന് പറഞ്ഞു. അത് അപ്പോഴും ജോസ്പൻ്റെ അടുത്ത് പറഞ്ഞു സംസാരിക്കുക. അപ്പോൾ എൻ്റെ കണ്ണിന് യാതൊരു കുഴപ്പമില്ല എന്നാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആയുഷനിൽ പോയപ്പോൾ പറഞ്ഞു കണ്ണിന് നീർക്കെട്ടാണ്, ഉറക്കക്കുറവ് കൊണ്ട് സംഭവിച്ചതെന്ന്. അപ്പോൾ കണ്ണിനും കാഴ്ച മാറി കിട്ടി, ലേസർ ചികിത്സയൊന്നും ചെയ്യേണ്ട വന്നില്ല. അപ്പോൾ അതിന് പ്രത്യേകം അദ്ദേഹത്തിന് നന്ദി പറയണം. ആമേൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിന് നന്ദി പറയാം. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ആമേൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അദൃശ്യ മണ്ഡലത്തിൽ തടയപ്പെട്ട് കിടക്കുന്ന ചില വലിയ അനുഗ്രഹങ്ങൾ, ചില വലിയ വാതിലുകൾ, ഇപ്പോൾ സാമ്പത്തിക വിടുതലുകൾ, തലമുറയുടെ വാതിലുകൾ ഇപ്പോൾ ഞങ്ങൾ നന്ദി പറഞ്ഞു തുറക്കുകയാണ്. കർത്താവേ, അങ്ങത് തുറന്നതിനായി നന്ദി. സാമ്പത്തികം വെളിപ്പെട്ട് കഴിഞ്ഞു, അത്ഭുതങ്ങൾ തുറന്നു കഴിഞ്ഞു. യേശുവേ, തിരുരക്തത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഒരത്ഭുതം അങ്ങ് ചെയ്യണമേ അപ്പ, അങ്ങയുടെ കരം വെളിപ്പെടുത്തണമേ അപ്പ. യേശുവേ, നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആ വാതിലുകൾ തുറക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും എന്നെ കാണുന്ന ഓരോ മക്കളുടെ മേളിലേക്കും നന്ദി പറച്ചിലിൻ്റെ വലിപ്പം വെളിപ്പെട്ട് വരട്ടെ. അവർ അത്ഭുതങ്ങളെ കാണട്ടെ. സ്വർഗം അത് ചെയ്തു കഴിഞ്ഞതിനായി നന്ദി. ഇപ്പോൾ തന്നെ അവർ സൗഖ്യമാകുകയാണ്. ഇപ്പോൾ തന്നെ അവർ വിടുതലിലേക്ക് നടക്കുന്നു. ഇപ്പോൾ തന്നെ ആ തടഞ്ഞു നിന്ന ആ ഡോർ ഓപ്പൺ ആകുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ വേഗത്തിൽ തന്നെ ഈ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കണം. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. വാട്സാപ്പിലേക്ക് നിങ്ങൾ പ്രതികരിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി റിപ്ലൈ ചെയ്യുന്നതാണ്. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ. അതേ നിലയിൽ തന്നെ നിങ്ങളൊരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നു, നേരിട്ട് കാണുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തൃശ്ശൂർ, എറണാകുളത്ത്, കൊല്ലത്ത്, തിരുവനന്തപുരത്തൊക്കെ നമ്മുടെ ആരാധന നടക്കുകയാണ്. നിങ്ങളിപ്പോൾ തന്നെ വിളിച്ച് അറിയാം, നേരിട്ട് കാണുകയും ഒരു വലിയ വിടുതലിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുക. കർത്താവ് നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ഈ മെസ്സേജുകൾ മിസ്സാകുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. അതേ നിലയിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ തയ്യാറാകുക. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കും. ഗോഡ് ബ്ലസ് യു. ആമേൻ.